പയ്യാമ്പലം ബീച്ചിനടുത്തുള്ള റിയ മാത്യുവിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. റിയ എത്രാം വയസ്സ് മുതലാണ് കുക്കിംഗ് ആരംഭിച്ചത്? 3-4 വയസ്സ് തൊട്ട്. 3-4 വയസ്സ് തൊട്ട്. 3-4 വയസ്സിൽ എന്താണ് കുക്ക് ചെയ്ത് തുടങ്ങിയത്? ആദ്യം ചെയ്തോണ്ടിരുന്ന തേങ്ങ ചിരണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തിയായി. ഇതൊക്കെ അമ്മ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ സൈഡിൽ ഒരു മാവൊക്കെ വെച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ എന്താ കണ്ണും മൂക്കൊക്കെ ഉള്ള ചപ്പാത്തി ഉണ്ടാക്കി, അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്. എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷസ് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയോ? ഇപ്പം ഒരുവിധം എല്ലാം ചെയ്യാം. ഒരുവിധം എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റ് ടൈം പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം പരിചയപ്പെടുത്തുന്ന ഐറ്റം എന്താണ്? ഇന്നിപ്പോ ഇവിടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞ ഒരു നോൺ വെജ് സ്റ്റാർട്ടർ. ഗോൾഡ് കോയിൻ. അപ്പൊ എന്തായാലും കഴിക്കുമ്പോൾ ഒരു ഗോൾഡ് കോയിൻ കിട്ടുമായിരിക്കും. ഗോൾഡ് കോയിൻ ഇട്ടിട്ടുള്ള ഐറ്റം ആണോ അതോ? അല്ല, ബ്രെഡ് വറുത്ത് എടുക്കുമ്പോൾ ബ്രെഡ് വറുത്തിട്ടുള്ള ഐറ്റം ആണ്. പക്ഷെ പേരിലൊരു പുതുമ. ഈ പേരിട്ടത് ആരാണ്? പേര് ഈ റെസിപ്പിയുടെ കൂടെ ഉള്ളതാ. റെസിപ്പിയുടെ കൂടെ ഉള്ളതാണ്. ഗോൾഡ് കോയിൻ എന്നുള്ള ഐറ്റം ആണ് വീട്ടിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എന്തെല്ലാം സാധനങ്ങൾ ഇതിന് ആവശ്യമായിട്ടുള്ളത്? ഓക്കെ, ഇതിന് ബേസ് ആയിട്ട് നമ്മൾ ബ്രെഡ് യൂസ് ചെയ്യുന്നത്. ബ്രെഡ് ഇങ്ങനെ ഷേപ്പ്, ഏത് ഷേപ്പിലും. സാധാരണ റൗണ്ട് ആണ്. എന്റെ അടുത്ത് ഇപ്പൊ റൗണ്ട് കുക്കി കട്ടർ ഇല്ലാത്ത കാരണം ഞാൻ പൂവിന്റെ ഷേപ്പിൽ ചെയ്തു. പിന്നെ ഫില്ലിംഗ് ആയിട്ട് ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് ബീഫിന്റെ മിൻസാ. അതിപ്പോ ചിക്കൻ മിൻസും വേണേ യൂസ് ചെയ്യാം. നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അത് ഞാൻ ഒന്ന് വേവിച്ചു, എന്നിട്ട് രണ്ടാമതൊന്ന് മിക്സിക്കകത്ത് അടിച്ചു. ബീഫിന്റെ മിൻസ് ഒന്നും കൂടെ മിൻസ് ചെയ്തു, വേവിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അത് കാണുന്നത്. പിന്നെ സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഒരു സവോള, പിന്നെ എള്ള്, വെളുത്ത എള്ള് അത് മുകളില് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് എല്ലാം കൂടി അരച്ചെടുത്തത്. പിന്നെ ഇത് കോൺഫ്ലവർ, ഇത് പെപ്പർ, കുരുമുളകും, ഉപ്പ്, പിന്നെ സോയാ സോസും ഒരു മുട്ട. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഗോൾഡ് കോയിൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇനി നമുക്ക് ആദ്യം കാണേണ്ട സംഭവം എന്താണെന്ന് അറിയില്ലേ? ഈ ഒരു ഗോൾഡ് കോയിൻ മോഡൽ ആകൃതി ഇല്ലാതെന്നുണ്ടെങ്കിൽ പുഷ്പത്തിന്റെ ആകൃതിയിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ആ ഒരു റൗണ്ട് ഇല്ലാത്തത് കാരണമാണ് ഇത് ചെയ്തത്. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാമോ? ഈ ബ്രെഡിന്റെ ഒരറ്റം പോലും വേസ്റ്റ് ആക്കാതെ അതിന്റെ കൃത്യമായിട്ട് 4 പീസാക്കി അതിനെ മാറ്റുകയാണ്. ശരി, അപ്പം അങ്ങനെ മാറ്റിയ പീസാണ്. അപ്പം പ്രേക്ഷകർക്ക് ഡൗട്ട് തീർന്നല്ലോ, ഇങ്ങനെയാണ് അത് കട്ട് ചെയ്ത് എടുത്തത്. കൈ കൊണ്ടല്ലാത്ത രീതിയിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കത്തി വെച്ചും ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വേറെ ഡിസൈനിൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഗോൾഡ് കോയിൻ അല്ലേ ഇത്? ഗോൾഡ് ഉണ്ട്, കോയിൻ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കോയിന്റെ ആകൃതി റൗണ്ട് മാത്രമല്ലേ. ഈ സ്വർണ്ണത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇപ്പൊ ഒരു പുഷ്പത്തിന്റെ രീതിയിലാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത്. ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇനിയും ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇതിപ്പം 250 ഗ്രാംസ്, 250 ഗ്രാം മിൻസ് ആണ്, മിൻസ് മീറ്റ്. അപ്പം 250 ഗ്രാം മിൻസ് ബീഫ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ചെയ്ത കാര്യങ്ങൾ അറിയാലോ. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഇത് വാങ്ങിച്ചത് പച്ചക്ക കിട്ടുന്നേ, അത് നമ്മൾ വേവിച്ച് എന്നിട്ട് ഒന്നും കൂടെ അത് മിൻസ് ചെയ്യും. എന്നാലേ അത് ഫേം, എന്താ പറയാ, ഉണ്ട പിടിച്ച് വെക്കുമ്പം കാണാൻ ഭംഗിക്ക്, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ തള്ളിയൊക്കെ നിൽക്കും പുറത്തോട്ടൊക്കെ. അപ്പൊ എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത പരിവമാണ് ഇപ്പൊ കാണുന്നത്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള അല്ലേ? 250 ഗ്രാം ബീഫ് അങ്ങനെ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്തത്. പിന്നെ സവാള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ആക്കി അതിലേക്ക് ഇടുകയാണ്. പിന്നെ ഇത് 1 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇത് ഫുൾ ആയിട്ട് വേണം സോയാ സോസ്. അപ്പം നമ്മൾ ചേർത്ത കാര്യങ്ങൾ എന്തെല്ലാണെന്ന് കണ്ടല്ലോ. ബീഫ് മിക്സിയിലും അതുപോലെ തന്നെ എല്ലാം കൂടി റെഡിയാക്കിയ ബീഫ് ചേർത്തു. പിന്നെ അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തു. പിന്നെ ചേർത്തത് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ വേറെന്താണ് അതിലുള്ളത്? പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇത് ഒന്ന് ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ സോയാ സോസ് ചേർത്തു അല്ലെ? ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. റെസിപ്പി കാണുമ്പോഴുള്ള, നല്ല റെസിപ്പി കാണുമ്പോഴുള്ള വീട്ടിൽ പരീക്ഷിക്കാറുണ്ടോ? ചെയ്യാറുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ ഈ മുട്ട ആഡ് ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് ഈ ഓരോ ബ്രെഡിന്റെ മുകളിലും ഒന്ന് ചെറുതായിട്ട് അടിച്ച മുട്ട, അധികം അടിച്ച് പതപ്പിക്കണ്ട, ചെറുതായിട്ട് അടിച്ച് ഇതിന്റെ മുകളില് ഒരു കോട്ടിങ്, അതായത് അപ്പൊ ആ മിക്സ് ഇതിന്റെ മുകളിൽ ഫേമായിട്ട് ഇരുന്നോളും. ഇത് കളർ പിടിപ്പിക്കുന്ന ഗോൾഡ് കോയിൻ ആണെന്ന് തോന്നുന്നു. സാധാരണ ഗോൾഡിനെല്ലാം ആ ഒരു കളർ കാണും. ഇവിടെ നമ്മുടെ മുട്ടയുടെ പുറത്ത് ഗോൾഡിന്റെ കളർ പോലെ ഒരു മുട്ട ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇതിലൊരു കല ബിരുദം കൂടി വേണം അല്ലെ? പാചക ബിരുദം മാത്രം പോരാ, ഒരു സ്പെഷ്യൽ കുക്കിംഗ് ഇതാണ്. നമ്മുടെ ബ്രെഡ് നേരത്തെ കട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ കണ്ടു. അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ മുട്ട വലുതായിട്ട് അടിച്ചുടച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒന്ന് ഇളക്കിയ മുട്ട ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ഏകദേശം ഇനി 2 കൂടി ഉള്ളല്ലേ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി. പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ബ്രെഡ് മുട്ടയിൽ വെച്ചിട്ട് പെയിന്റ് ചെയ്തെടുത്തു.
ഒരു ഭാഗം മാത്രമേ പെയിന്റ് ചെയ്തിട്ടുള്ളൂ. ഇനി എന്താണ് ചെയ്യുന്നത്? ഇനിയും ഈ ബാക്കിയുള്ള മുട്ട ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ശരി, അപ്പം ഇതില് നമ്മള് ഇതിന്റെ പുറത്ത് തേച്ച് ഒരു ഭാഗത്ത് തേച്ചതിന് ശേഷമുള്ള മുട്ട ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ ബീഫും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സോയാ സോസും ഒക്കെ ചേർത്ത് ഇളക്കി വെച്ച ആ ഒരു മിശ്രിതത്തിലേക്ക് നമ്മൾ നമ്മുടെ മുട്ട, മിച്ചം വന്ന മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇനിയും കുറച്ച് കോൺഫ്ലവർ ഇടണം. ഓക്കെ, കോൺഫ്ലവർ കുറച്ച് ചേർക്കണം. പിന്നെ ഉപ്പും എരിവ് ഇനി വേണമെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി ഇടുക. എരിവിന്ന് കുറച്ച് മതി. എരിവ് കുറച്ച് കുരുമുളക് നമുക്കിടാം. ഇനി കോൺഫ്ലവർ ചേർക്കണം, പിന്നെ കുരുമുളക് കുറച്ച് ചേർക്കണം. ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ. 3 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്തത്. ഇതിന്റെ രൂപം എന്താകുമെന്ന് കാണാൻ വേണ്ടി പ്രേക്ഷകർക്കും ഒരു വളരെ ആകാംക്ഷാഭരിതരായി ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ഇത് എന്തായിത്തീരി ഗോൾഡ് കോയിൻ എന്നുള്ളത് മിക്സ് ചെയ്തെടുത്തിട്ട് എന്താ ചെയ്യാനുള്ളത്? മിക്സ് ചെയ്ത് ഇനി ഉണ്ടയാക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെക്കണം. ശരി, എന്നിട്ട് അത് നമ്മൾ 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ എണ്ണക്കകത്തൊന്ന് വറുത്തെടുക്കുക. ശരി, അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും മിക്സ് ചെയ്ത കാര്യം ഇതിന്റെ പുറത്തേക്ക് വെക്കുന്നു. ബ്രെഡിൽ മുട്ട പുരട്ടിയിട്ട് അതിന്റെ പുറത്തേക്ക് വെക്കുന്നു. പുറത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടി 15 മിനിറ്റ്സ് വെക്കുന്നു. ഇതിന്റെ പുറത്ത് വെക്കാനല്ലേ പോകുന്നത്? അതെ. ഇനി ഒരു 15 മിനിറ്റ് സമയം എന്താണ് ഇതിന് ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം 15 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് എണ്ണയിൽ വറുത്തെടുക്കാം. ശരി, ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലാണോ വെക്കേണ്ടത്? അല്ലാതെ താഴത്തെ തട്ടിൽ. താഴത്തെ തട്ടി വെച്ചാൽ ഫ്രീസറിലൊന്നും വെക്കരുത്. താഴത്തെ തട്ടിൽ 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. ഗോൾഡ് കോയിൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ബ്രെഡിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ കൂട്ട് മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് സമയം വെച്ചതിന് ശേഷം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊരിച്ചെടുത്താൽ മതി അല്ലേ? ശരി, ഇതിപ്പം കമത്തിയിട്ട് വേണം വറക്കാൻ. കമത്തിയിട്ട് വേണം വറക്കാൻ. ഓക്കെ, അകത്തേക്ക് കമഴ്ത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ എത്ര സമയം കൊണ്ട് വെന്ത് വരും? ഇതാ റൊട്ടി നമ്മൾ ഒന്നും കൂടെ തിരിച്ചിടണം. എന്നിട്ട് ആ റൊട്ടി അത് ബ്രൗൺ ആയി വരുന്നത്. ശരി, റൊട്ടിയുടെ നിറം ബ്രൗൺ ആയിട്ട് വരും. ഇതൊന്നും കൂടി മറിച്ചിടണം. ഇപ്പൊ കമത്തിയാണ് നിന്നത്. ആദ്യമുള്ള മസാലക്കൂട്ട് ബീഫുള്ള ആ കൂട്ട് അടിയിൽ വരും, ബ്രെഡിന്റെ ഭാഗം മുകളിൽ വരും. ഇതൊന്നും ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊന്ന് മറിച്ചിടുന്നത്. അതെ, മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ മുകളിൽ നമ്മൾ ചേർത്ത് വെച്ച കാര്യം പൊട്ടാത്ത രീതിയിൽ വളരെ സസൂക്ഷ്മം വേണം അക്കാര്യം ചെയ്യാൻ വേണ്ടി. ഈ ബ്രെഡിന്റെ മുകളിലിരിക്കുന്ന ഗോൾഡ് കോയിനാണ്, അതിനെയാണോ ഗോൾഡ് കോയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഗോൾഡും കോയിനും ആണല്ലോ. ഇതിൽ ഏതാണ് ഗോൾഡ്, ഏതാണ് കോയിൻ? കോയിൻ മുകളിലത്തത് ഗോൾഡ്, താഴത്തെ ബേസ്. ഓക്കെ, ഇത് വലിയൊരു കോയിനാണ് മുകളിലിരിക്കുന്നത്, ഗോൾഡ് താഴത്തത്. ബ്രെഡ് ആണ് ഗോൾഡ്, കോയിൻ ഉണ്ടാക്കിയത് ബീഫും അല്ലാതെ ബാക്കിയുള്ള മസാലക്കൂട്ടുകളും ചേർത്തുള്ളതെല്ലാം കൂടിയാണ്. നമുക്കിനി മാറ്റിയാൽ മതി അല്ലേ? വെന്ത് കഴിഞ്ഞു ഏകദേശം. ശരി, ഇത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. മറിച്ചിട്ട് പൊട്ടിച്ചുള്ളത് ഉണ്ടാക്കുമ്പോൾ അത് അങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കഴിക്കാനുള്ള ആവേശം തോന്നുള്ളൂ, കൊടുക്കുന്നവർക്ക് കഴിക്കാനുള്ള ആവേശവും ഉണ്ടാകത്തുള്ളൂ. പ്രിയ ഉണ്ടാക്കിയ ഗോൾഡ് കോയിൻ തയ്യാറായി കഴിഞ്ഞു. ഗോൾഡ് കോയിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരുമിച്ച് കഴിക്കണത്, രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കണം. ആദ്യം തന്നെ ബീഫിന്റെ ഇത് ഉണ്ടാക്കി തന്നെ അത് ആ സ്മെല്ലൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഗോൾഡും കോയിനും അത്യുഗ്രനായിട്ടുണ്ട്. എന്തായാലും ഈ ഗോൾഡ് കോയിൻ